നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ആളുകളോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ടിപ്പുകൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര ശ്രമിച്ചിട്ടും ആളുകളുമായി സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആകെ നെർവസ് ആകുകയാണ്, ആകെ പ്രശ്നമാകുകയാണ്, കൈകാലുകൾ വിറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ വാക്കുകൾ പതറിപ്പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ എഫക്റ്റീവായിട്ടുമുള്ള 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ നാം ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആളുകളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിനെ മാറ്റണം, മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. എന്നിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി, നല്ല പ്ലസന്റോട് കൂടി, മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ച് പ്രസന്ന ഭാവത്തോടു കൂടി ആ ആളെ മീറ്റ് ചെയ്യാൻ നമ്മൾ പോകുക. നമ്മളെ കണ്ടാൽ തന്നെ നമ്മൾ അപ്രോച്ചബിൾ ആണ്, നമ്മളോട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരാളാണ്, അവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്ന് ആ ആളുടെ മൈൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി നല്ല കോൺഫിഡൻസോട് കൂടി, നല്ല പ്ലസന്റ് മൂഡിൽ ഒരു പുഞ്ചിരിയൊക്കെ സൃഷ്ടിച്ച് നമ്മൾ പോകണം. അതിനു മുന്നേ നമ്മുടെ ഈ നെർവസ് മൂലമുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലെ വിഷയങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഒരു 2-3 തവണ കൃത്യമായി ഡീപ്പായിട്ട് നമ്മളൊരു ബ്രീത്ത് എടുക്കുക. ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മൾ ശേഖരിക്കുകയും ചെയ്യുക. ആ 3 തവണ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രമാക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം നല്ല പ്ലസന്റായി, നല്ല കോൺഫിഡൻസോട് കൂടി നമ്മൾ ആളെ അപ്രോച്ച് ചെയ്യുന്നു. അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹായ് പറയുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്, നമ്മൾ അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്. ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു പക്ഷേ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ വീതുകൊണ്ടിരിക്കുകയായിരിക്കും, വിഷറി വീശിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള രീതിയിലായിരിക്കാം കാണുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അവരോട് പറയാം, ഹായ്, നല്ല ചൂടുണ്ടല്ലേ, അല്ലെങ്കിൽ കൂടി ഇങ്ങനെ, അല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇന്ന് നല്ല തണുപ്പാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആ പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഇവന്റിൽ ഒരു പാട്ടു കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണ് എങ്കിൽ നമുക്ക് പറയാം, നല്ല ഇവന്റ് ആണല്ലേ, നല്ല പാട്ടല്ലേ എന്ന രീതിയിൽ നമ്മൾ ആ സാഹചര്യത്തെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്താണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കുന്ന ഉത്തരം യെസ് എന്നായിരിക്കും. ഈ യെസ് എന്ന പോസിറ്റീവ് ഉത്തരം കിട്ടുന്നതോടുകൂടി അദ്ദേഹത്തെ സമീപിക്കാൻ നാം ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങി അവരൊരു യെസ് ഒക്കെ പറഞ്ഞ് ഒരു നല്ല ഒരു മൂഡിലേക്ക് വന്നു, സംസാരിക്കാനുള്ള, നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റായി എന്ന് കണ്ടാൽ അവരെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ, ഞാൻ ഷംസുദ്ദീൻ, ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച്. അപ്പൊ അവർ പറയും, ഞാൻ ഇന്നാലിന്ന ആളാണ്, ഞാൻ ഇങ്ങനത്തൊക്കെ ചെയ്യുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു ഓപ്പണന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാനും കഴിയും. അപ്പൊ അവർക്ക് ഒരു സെന്റൻസിൽ കൂടുതൽ ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവായിക്കൊണ്ട് അവരെ കേൾക്കുകയും വീണ്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യും. നമ്മളൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലായിരിക്കണം അവരുമായി സംസാരിക്കേണ്ടത്. ഒരിക്കലും ക്ലോസറായി ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ് നാം കീപ്പ് ചെയ്യുകയും അവർ പറയുന്നതിന് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിലെ ചില കാര്യങ്ങൾ അവർക്ക് കൂടുതൽ പറയാൻ സഹായിക്കുന്ന രീതിയിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുക. ചിലപ്പോ സ്വാഭാവികമായിട്ടും ചില സൈലന്റ് ഏരിയകൾ വരും, അവർക്കും നമുക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത. അപ്പൊ ആ സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഹ്യൂമർ പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും പ്രചോദിപ്പിക്കുകയും വീണ്ടും സംസാരിക്കാൻ മോട്ടീവ് ചെയ്യുകയും, അല്ല എങ്കിൽ അവരിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ, ഉദാഹരണത്തിന് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അവർ പോയ സ്ഥലങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അതിലേക്ക് തന്നെ അങ്ങോട്ട് എങ്ങനെയാണ് പോകുക, എനിക്കും ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ
നമ്മൾ അവരിലും അവരുടെ കാര്യങ്ങളിലും തൽപരരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അത് ചോദിച്ചുകൊണ്ട് ഇടയ്ക്ക് വരുന്ന സൈലൻസുകളെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. വീണ്ടും സംസാരം തുടങ്ങാൻ കഴിയും. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പിരിയാൻ പോകുകയാണ്. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു എൻഡായിരിക്കണം. നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് അവരോട് തന്നെ സംസാരിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്, താല്പര്യത്തോടു കൂടി കണ്ടിട്ടുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, അങ്ങേ പരിചയപ്പെടാൻ പറ്റി. നിങ്ങളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. അതുകൊണ്ട് നന്ദി. നമുക്ക് വീണ്ടും കാണണം, വീണ്ടും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുകയും പിരിയാൻ നേരം ഒന്നുകിൽ നമ്മുടെ ടെലിഫോൺ നമ്പർ അവർക്ക് കൊടുക്കുകയോ അല്ല എങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ ടെലിഫോൺ നമ്പർ നമ്മൾ വാങ്ങിക്കുകയോ ചെയ്ത് നമ്മൾ ആ കോണ്ടാക്ട് അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കണം. നന്ദി എന്ന വാക്കിനപ്പുറത്ത് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ നന്ദിയും കടപ്പാടും അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള വാക്കുകളിലൂടെ അവരെ ഗ്രേറ്റ് ചെയ്യുകയും വീണ്ടും കാണണമെന്ന ഒരു ധാരണയോടുകൂടി പിരിയുകയും ചെയ്യുക. ഇതാണ് എഫക്റ്റീവായിട്ട് ഒരാളെ ആദ്യമായി അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക്, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്നതും സിമ്പിളാണ് എങ്കിൽ പോലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് 2025 എന്ന മനോഹരമായ വർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആ വർഷത്തിൽ നമ്മുടെ സൗഹൃദം വളരട്ടെ, സുഹൃത്ത് ബന്ധങ്ങൾ കൂടട്ടെ, നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിക്കട്ടെ. അതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.